ദിവസം ഒരു മുൾച്ചെടി സൂര്യകാന്തി പൂവിനെ കണ്ട് ഹായ് പറഞ്ഞു. പക്ഷെ മുൾച്ചെടിയുടെ തിളങ്ങുന്ന മുള്ളുകൾ കണ്ട് സൂര്യകാന്തി പേടിച്ചു. മുൾച്ചെടി ഒരു കൂട്ടുകാരനെ കിട്ടുമെന്ന് വിചാരിച്ചെങ്കിലും സൂര്യകാന്തി മുൾച്ചെടിയെ ഒരുപാട് ചീത്ത പറഞ്ഞ് ഓടിച്ചു. അടുത്ത ദിവസം ഒരു വലിയ കാറ്റ് വീശി. ആ കാറ്റിൽ ഡാൻഡലിയൻ പൂവിന്റെ എതളുകൾ പറന്നുപോയി. അത് ചെതറി പോകാതിരിക്കാൻ പിടിക്കാനായി മുൾച്ചെടി ശ്രമിച്ചു. പക്ഷെ അവന്റെ മുള്ളുകളിൽ അത് കുടുങ്ങിപ്പോയി. അത് കണ്ട പൂക്കൾ മുൾച്ചെടിയെ കണ്ട് വെറുപ്പ് കൂടാൻ തുടങ്ങി. എല്ലാവരും തെറ്റിദ്ധരിക്കുകയാണെന്ന് തോന്നിയ മുൾച്ചെടി ഒരു വലിയ തീരുമാനം എടുത്തു. അടുത്ത ദിവസം അവന്റെ മുള്ളുകൾ ഓരോന്നായി പറിച്ചു മാറ്റി. പക്ഷെ അത് കണ്ട് പൂക്കൾ അവനെ സഹായിക്കുന്നതിന് പകരം വീണ്ടും പരിഹസിച്ചു. സങ്കടപ്പെട്ട മുൾച്ചെടി അന്ന് രാത്രി ഒറ്റയ്ക്കിരുന്നു. അപ്പോഴാണ് ഒരു വിചിത്ര ശബ്ദം കേട്ടത്. നോക്കിയപ്പോ അവിടെ ഒരു മുള്ളൻപന്നി നിൽക്കുകയായിരുന്നു. അതിന്റെ ശരീരവും മുൾച്ചെടിയെ പോലെ തന്നെ മുഴുവൻ മുള്ളുകളായിരുന്നു. ആദ്യം സംസാരിക്കാൻ മുൾച്ചെടി മടിച്ചെങ്കിലും കുറച്ചു സമയത്തിനുള്ളിൽ അവർ കൂട്ടുകാരായി. ഒരു ദിവസം മുള്ളൻപന്നി ഒരു പന്ത് മുൾച്ചെടിക്ക് നേരെ എറിഞ്ഞു. പന്ത് മുൾച്ചെടിയുടെ മണ്ടയിൽ തട്ടിയതും പൊട്ടി. പക്ഷെ മുള്ളൻപന്നിക്ക് ഇതിൽ അതിശയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവന് മുള്ളുകൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു വലിയ കൊടുങ്കാറ്റ് വീശിയത്. ഡാൻഡലിയൻ പൂവിന്റെ വിത്തുകൾ പിന്നെയും മുൾച്ചെടിയിൽ കുടുങ്ങി. പൂക്കൾ വീണ്ടും ദേഷ്യപ്പെട്ടു. എന്നാൽ മുള്ളൻപന്നി അവിടെ എത്തി ഒന്ന് കുലുങ്ങിയാൽ വിത്തുകളെല്ലാം താഴെ വീഴുമെന്ന് പഠിപ്പിച്ചു. അതോടെ മറ്റു രണ്ട് പൂക്കൾ ചമ്മി നാറിപ്പോയി.